അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാന നോബൽ സമ്മാനത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാമനിർദ്ദേശം ചെയ്ത വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമാധാനം കെട്ടിപ്പടുക്കുന്നതിൽ ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചുകൊണ്ടാണ് നെതന്യാഹുവിന്റെ ഈ നീക്കം. വൈറ്റ് ഹൌസിലെ അത്താഴ വിരുന്നിനിടെ നോമിനേഷൻ കത്തിന്റെ പകർപ്പ് നെതന്യാഹു ട്രംപിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ നാമനിർദ്ദേശത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പലസ്തീനിൽ, പ്രത്യേകിച്ച് ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരക്കണക്കിന് നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിന്റെ ചോരപുരണ്ട പശ്ചാത്തലത്തിലാണ് ഈ സമാധാന ശ്രമങ്ങളെ നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കുന്നത് എന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്നാണ് വിമർശകരുടെ വാദം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ലോകത്തിന് സമാധാനം നഷ്ടപ്പെടുത്തിയ നരകയാതനകളുടെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണിത്. അബ്രഹാം ഉടമ്പടി രൂപീകരിക്കുകയും മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത ട്രംപിന്റെ നേതൃത്വത്തെ നെതന്യാഹു പുകഴ്ത്തി. എന്നാൽ കഴിഞ്ഞ 22 മാസമായി തുടരുന്ന ഇസ്രായേലിന്റെ ഗാസയിലെ സൈനിക നടപടികളിൽ അമേരിക്കയുടെ നിശബ്ദമായ പിന്തുണയും ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളും വലിയ ചോദ്യചിഹ്നമാണ്. ഇസ്രായേലിന്റെ സൈനിക ശക്തിക്ക് പിന്നിൽ അമേരിക്കയുടെ അചഞ്ചലമായ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക പിന്തുണയുണ്ട്. ഈ പിന്തുണയാണ് ദശാബ്ദങ്ങളായി പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണമായി വിമർശിക്കപ്പെടുന്നത്. ഒരു വശത്ത് ഗാസയിൽ സാധാരണക്കാർ ദുരിതക്കയത്തിലാഴ്ന്ന് മരിച്ചു വീഴുമ്പോൾ, മറുവശത്ത് സമാധാന ദൂതൻ എന്ന പരിവേഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് പലരും അവിഹിത ബന്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ-US ബന്ധത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ബന്ധം ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇത് സ്ഥിരതയില്ലായ്മ വർദ്ധിപ്പിക്കുന്നുവെന്നും പല അന്താരാഷ്ട്ര നിരീക്ഷകരും വാദിക്കുന്നു. ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ട്രംപ് ആശ്ചര്യം പ്രകടിപ്പിച്ചുവെങ്കിലും നൊബേൽ സമ്മാനം ലഭിക്കാത്തതിലുള്ള തന്റെ അസന്തുഷ്ടി അദ്ദേഹം മുൻപും പരസ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിലും സെർബിയ കൊസോവോ വിഷയത്തിലും താൻ മധ്യസ്ഥനായി പ്രവർത്തിച്ചതിനും പുരസ്കാരം ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. മുൻപ് തിയഡോർ റൂസ്വെൽറ്റ്, വുഡ്രോ വിൽസൺ, ബറാക് ഒബാമ എന്നീ 3 US പ്രസിഡന്റുമാർക്ക് നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഗാസയിലെ നിലവിലെ സാഹചര്യം, ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്ന ആവശ്യം, ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നീക്കങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ നാമനിർദ്ദേശത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു. USന്റെ പല നയങ്ങളും മേഖലയിൽ സമാധാനമല്ല, സംഘർഷങ്ങളാണ് വളർത്തുന്നതെന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ട്രംപ് മാസങ്ങളായി ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കുന്നുണ്ടെന്നും ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഗാസയിലെ മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളും നിരന്തരമായ ബോംബാക്രമണങ്ങളും ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം സമാധാന ശ്രമങ്ങൾ പലപ്പോഴും ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപാധിയായി മാറുന്നുവെന്നും ഇത് പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളെ ഹനിക്കുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ സർക്കാർ ട്രംപിനെ 2026 നോബൽ സമാധാന സമ്മാനത്തിനായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. അടുത്തിടെ ഉണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ട്രംപ് നടത്തിയ നിർണായക നയതന്ത്ര ഇടപെടലിനും പ്രധാനപ്പെട്ട നേതൃത്വത്തിനും അംഗീകാരമെന്ന നിലയിലായിരുന്നു ഇത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി കാരണമാണ് അവസാനിച്ചതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ലോകത്തിന് സമാധാനം നഷ്ടപ്പെടുത്തിയ നരകയാതനകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇറാഖ് യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ ഇടപെടലുകൾ, ലിബിയയിലെ സ്ഥിതിഗതികൾ, സിറിയയിലെ സംഘർഷങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ ഇടപെടലുകൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും പ്രദേശങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ കാര്യത്തിൽ പലസ്തീനിലെ ഭൂമി കയ്യേറ്റങ്ങൾ, അധിനിവേശം, ഗാസയിലെ ഉപരോധം, നിരന്തരമായ സൈനിക ആക്രമണങ്ങൾ എന്നിവയെല്ലാം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളായി അന്താരാഷ്ട്ര സമൂഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വശത്ത് സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനായി അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് ഒരു ജനതയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ നൊബേൽ നാമനിർദ്ദേശം വെറും രാഷ്ട്രീയ നാടകമാണോ അതോ യഥാർത്ഥ സമാധാനത്തിന്റെ പ്രതിഫലനമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. പലസ്തീൻ ജനതയുടെ കണ്ണീരിനും ഇസ്രായേൽ അമേരിക്കൻ സൈനിക നടപടികളിൽ ലോകമെമ്പാടുമുണ്ടായ രക്തച്ചൊരിച്ചിലിനും മേൽ കെട്ടിപ്പടുക്കുന്ന ഒരു സമാധാനം എത്രത്തോളം നീതിയുക്തമാണെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് സ്വാഭാവികമാണ്. ഈ സമാധാന ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുമോ അതോ പുതിയൊരു ക്രൂരമായ ലോകാക്രമണത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ്. നൊബേൽ സമ്മാനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രക്രിയയാണെങ്കിലും 2025 സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ ചില പ്രമുഖ വ്യക്തികളെയും സംഘടനകളെയും കുറിച്ച് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പാകിസ്ഥാൻ സർക്കാരും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നത് പറഞ്ഞല്ലോ. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ, പ്രത്യേകിച്ച് അബ്രഹാം ഉടമ്പടി, ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവയാണ് ഇതിന് കാരണമായി അവർ പറയുന്നത്.
എന്നാൽ ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നോമിനേഷൻ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനുള്ള സാധ്യതയുള്ളവരുടെ പട്ടികയിൽ PRIO ഡയറക്ടർ ഹെൻറിക് ഉഡാൽ ഒന്നാമതായി നിർദ്ദേശിച്ചത് സുഡാനിലെ എമർജൻസി റെസ്പോൺസ് റൂമുകൾ എന്ന സന്നദ്ധ സംഘടനയെയാണ്. സുഡാനിലെ സായുധ സംഘർഷത്തിനിടയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ രക്ഷിക്കാനുള്ള സേവനങ്ങൾ നൽകുന്ന ഈ കമ്മ്യൂണിറ്റി നേതൃത്വത്തിലുള്ള ശൃംഖലയുടെ പ്രവർത്തനങ്ങൾ പുരസ്കാരത്തിന് അർഹമാണെന്നും അദ്ദേഹം കരുതുന്നു. കൂടാതെ ഖത്തറിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ജനാധിപത്യ സ്ഥാപനങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന OSCE's ഓഫീസ് ഫോർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ദ കാർട്ടർ സെന്റർ, സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വുമൻസ് ഇന്റർനാഷണൽ ലീഗ് ഫോർ പീസ് ആൻഡ് ഫ്രീഡം, അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിവയും പരിഗണിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നു. ജനങ്ങളും വംശീയ വിഭാഗങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവുമായ സമഗ്രമായ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തടസ്സമില്ലാത്ത സംഭാവനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലി അധിനിവേശത്തിൽ പലസ്തീനികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഇസ്ലാ അമ്രോ ഇസ്രായേൽ US പ്രവർത്തകനായ ജെഫ് ഹാൽപ്പർ, ഹോങ്കോങ്ങിലെ ജനാധിപത്യത്തിനായി പ്രവർത്തിക്കുന്ന ചൗഹാങ് ടങ്, ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന മഹ്റാങ് ബലോച്ച്, വെനസ്വേലയിൽ സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന മരിയ കൊറീന മച്ചാഡോ എന്നിവരും ഈ വർഷം നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 2025-ൽ 338 നോമിനികളാണുള്ളത്. അതിൽ 244 വ്യക്തികളും 94 സംഘടനകളുമാണുള്ളത്. അന്തിമ തീരുമാനം നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടേതാണ്. അവർ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ പ്രയോജനം ചെയ്തവരെയാണ് സാധാരണയായി തിരഞ്ഞെടുക്കാറുള്ളത്.